നമസ്കാരം സാർ. നമസ്കാരം. ലോക നേതാക്കളിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നേതാവാണ് പുടിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ നടത്തമൊക്കെ കുറച്ച് ട്രെൻഡിങ് ആണ്, സ്റ്റൈലിഷ് ആണ്. വലത് കൈ ചലിപ്പിക്കാതെ ഇടത് കൈ മാത്രം വീശിയുള്ള ഒരു നടത്തമൊക്കെ ഉണ്ട് ഈ 5 അടി 7 ഇഞ്ച് പൊക്കക്കാരൻ്റെ. അപ്പോൾ അത് പറയുന്നത് ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഈ വലത്തെ കൈയിൽ പിസ്റ്റൾ സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലത്തെ കൈയുടെ ചലനം അതുകൊണ്ടാണ് അതായത് ഇതെപ്പോൾ വേണോ എടുത്ത് ഉപയോഗിക്കണമല്ലോ, അതിനുവേണ്ടി കൈ ചലിപ്പിക്കാതെ വെച്ചിരുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അറിയില്ല, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം കരടിയുമായി മല്ലിടാറുണ്ട്, ഇങ്ങനെ പല പല കഥകളുണ്ട്. പക്ഷേ ഇപ്പോൾ ചർച്ചയിൽ വരുന്നത് അതല്ല. ഇദ്ദേഹത്തിന്റെ നിഴൽ പോലെ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹത്തിന്റെ കാവലൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പുടിന്റെ കാവലൻ ആന്റോൺ ആഫിനോഗനോവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹമാണ് ഇപ്പോൾ ചർച്ചയിൽ വരുന്നത്. ഇദ്ദേഹം വളരെ നമുക്കറിയാം, മോദിക്കും ഈ ലോക നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലെ ഒരു സുരക്ഷാ ഭടൻ ഉണ്ടായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ഒരു കർമ്മനിരത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചലിക്കുന്ന രീതി, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നിയത് ഈ ലോക നേതാക്കളുടെ ഈ പറയുന്ന കാവലന്മാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം പല അനർത്ഥ സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഭടന്മാർ തന്നെയാണ്, സുരക്ഷാ ഭടന്മാർ തന്നെയാണ് അവരെ വകവരുത്തിയത്. അപ്പോൾ അത് ഇന്റലിജൻസ് വീഴ്ച അതിലുണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. പക്ഷേ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ വിശ്വസ്തന്മാരെ തിരഞ്ഞെടുക്കുന്നത്? അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ എന്തായിരിക്കും? ഇദ്ദേഹത്തിന് എവിടെ നിന്നായിരിക്കും പുടിന് കിട്ടിയിട്ടുള്ളത്? വിജയ് ചോദിച്ച ഈ ചോദ്യം, ഈ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ്, കർശനമായ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഈ വന്ന ആള്, ഈ തെരഞ്ഞെടുത്ത ആൾ ആരാണെന്ന് കൂടെ ഒന്ന് പരിശോധിക്കേണ്ടത്. സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വലിയ ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ട് ദീർഘകാലം വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഒരു പോരാളിയാണ്, ഫൈറ്ററാണ്. ജൂഡോ മുതലുള്ള മുഴുവൻ കായിക ഇനങ്ങളും ഒരു മനുഷ്യൻ അറിയാവുന്ന ഏതൊക്കെ തരം അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബുകളിൽ ലഭ്യമാണ്. എത്ര സമർത്ഥവും എത്ര ഇന്റലിജന്റ് ആയിട്ടുമാണ് അദ്ദേഹത്തിന് ഓരോ ചുവടുവെപ്പുകളും. അങ്ങനെ വേണം കരുതി പോകേണ്ട ഒരു വലിയ ഭരണാധികാരിയാണ്. നമുക്ക് ഈ നമ്മുടെയൊക്കെ രാഷ്ട്ര നേതാക്കളുടെ പൊതു പ്രോഗ്രാമുകളുടെ പശ്ചാത്തലത്തിൽ കറുത്ത കണ്ണട ധരിച്ച ഇത്തരത്തിലുള്ള SPG കാറ്റഗറിയിലുള്ള കാവൽ ഭടന്മാർ, കാവൽ സുരക്ഷാ ഭടന്മാരെ നാം ധാരാളം കാണാറുണ്ട്. അവരുടെ നോട്ടമൊക്കെ നിതാന്ത ജാഗ്രതയോടെ അവർ നോക്കുന്നതെല്ലാം ഓഡിയൻസിനെയാണ് നോക്കുന്നത്, ചുറ്റുമുള്ളവരെയാണ്. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അതിന്റെ നടുവിലാണ് നിൽക്കുന്നതെങ്കിലും തൊട്ടടുത്താണ് നിൽക്കുന്നത്, അവരുടെ നോട്ടം മുഴുവനും ഇങ്ങനെയാണ്. ഈ ബോഡി ഗാർഡുകൾ, നമുക്കൊരു സിനിമ തന്നെ വന്നിട്ടുണ്ട്, ബോഡി ഗാർഡ്. മലയാളത്തിലും ഹിന്ദിയിലും വന്നിട്ടുണ്ട്, സൽമാൻ ഖാന്റെയും തമിഴിലും വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ചെയ്തൊരു സിനിമയായിരുന്നു. അതിലത് വളരെ വിശദമായിട്ട് ഒരുപാട് സിനിമകൾ, ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു ബോഡി ഗാർഡിന്റെ ജീവിതം എന്ന് പറയുന്നത് അയാളുടെ ബോഡി അല്ല സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. തന്റെ യജമാനൻ ആരാണോ അയാളുടെ ബോഡിയാണ് അയാൾ സംരക്ഷിക്കേണ്ടത്. അപ്പൊ ആ ഉത്തരവാദിത്വത്തിന് വേണ്ടി കർശനമായ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ തന്നെ SFO SBP ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതിസങ്കീർണവും കർശനവുമായ മാനദണ്ഡങ്ങളിലൂടെയാണ്. രാഷ്ട്രീയ വിശ്വസ്തതയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്ര നേതാവാണെങ്കിൽ രാഷ്ട്രീയമായി അയാൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അയാൾ സാമ്പത്തികമായ കാര്യങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്നേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ നിൽക്കുന്നതിന് അപ്പുറത്ത് രാഷ്ട്രീയം, അയാളുടെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. അതിന് പലപ്പോഴും നമ്മൾ ഇത്ര അന്താരാഷ്ട്ര വേദികൾ ആക്രമിക്കപ്പെടുന്ന പല നേതാക്കളും സുരക്ഷാപരന്മാരുടെ ആക്രമണത്തെ നേരിടുമ്പോൾ, ഇപ്പൊ രാജീവ് ഗാന്ധിക്ക് നേരെ ശ്രീലങ്കയിൽ വെച്ചിട്ട് ആക്രമണം ഉണ്ടായി. അതെ, അപ്പൊ ആ ആക്രമണം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ദിരാഗാന്ധിയെ ഇന്ദ്രമാല വകവരുത്തിയത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ്. അപ്പൊ അത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പരിശോധനകളിലെ ഡിറ്റക്ടർ ടെസ്റ്റ്, പോളിഗ്രാഫ് ടെസ്റ്റ് ഉണ്ട്, ആഴത്തിലുള്ള മാനസിക പരിശോധനകൾ, അയാളുടെ മെന്റൽ നില, തീവ്രമായ ശാരീരികമായ ക്ഷമതയും വിലയിരുത്തലുകളും, കുടുംബ പശ്ചാത്തലം, ഇതെല്ലാം സമഗ്രമായ വിശ്വാസ്യത പരിശോധനയിൽ ഏർപ്പെടുത്തിയ ശേഷം മാത്രമേ ഇത്തരം ആളുകളെ തിരഞ്ഞെടുക്കാറുള്ളൂ എന്നാണ്. വേറൊരു പശ്ചാത്തലത്തിൽ വേറൊരു മുൻഗണന കൂടി നൽകുന്നുണ്ട്. എപ്പോഴും FSB ഫെഡറൽ സെക്യൂരിറ്റി സർവീസിലോ അല്ലെങ്കിൽ GARUയിലോ ഉള്ളത് റഷ്യയെ സംബന്ധിച്ചാണ് കേട്ടോ. സൈനിക ഇന്റലിജൻസ് പോലുള്ള മുൻനിര രഹസ്യാന്വേഷണ സൈനിക യൂണിറ്റുകളിൽ സേവനം ചെയ്തവർക്കായിരിക്കും ഈ അതീവ സുരക്ഷാ ചുമതലയ്ക്ക് മുൻഗണന നൽകുക. പക്ഷെ അതിനും മുമ്പ്
അതിനു മുമ്പ് കടുത്ത പരിശീലനങ്ങളുടെ ഒരു കാലഘട്ടമുണ്ട്, അതിതീവ്രമായ പരിശീലനങ്ങളുടെ കാലഘട്ടമുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മൊസദ് പോലുള്ള വലിയ രഹസ്യാന്വേഷണ ഏജൻസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു മൊസദിന്റെ ഒരു പ്രവർത്തകനെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സീക്രട്ട് സർവീസിലെ ഓരോ ആളുകളെയും, അജിത് ഡോവലിനെ പോലുള്ള വലിയ സീക്രട്ട് ഏജന്റുമാർ ഇന്ന് നമ്മുടെ സുരക്ഷാ കാര്യങ്ങളുടെ നെടുനായകനായി കാവലാളായി നിൽക്കുന്ന അജിത് ഡോവലിനെ പോലെ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരാൾ എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്ന് അദ്ദേഹം പാകിസ്ഥാനിൽ പോയിട്ട് രഹസ്യമായി വർഷങ്ങളോളം താമസിച്ച് ചാരനെ പോലെ താമസിച്ച ആളാണ്. അപ്പം അപകടകരമായി ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളിൽ ഒരാളാണ് ഈ പുട്ടിന്റെ നിഴൽ മനുഷ്യൻ എന്ന് പറയുന്ന ആന്റോൺ ആഫിനഗനോവ് എന്നാണ് ഇയാളുടെ പേര്. വളരെ വിചിത്രമായി, പേര് പോലും പറയാൻ ബുദ്ധിമുട്ടാണ്. ആന്റോൺ എന്ന് പറയാൻ, നമുക്ക് ആഫിനഗനോവ് എന്ന് പറയാൻ. അപ്പൊ പിന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എങ്ങനെയാണ്? പക്ഷെ ഇദ്ദേഹം റഷ്യയില് സെന്റ് പീറ്റേഴ്സ്ബർഗ് ആ പ്രദേശത്ത് ജനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നാണ് വിലാസം നൽകിയിരിക്കുന്നത്. ഇതിനൊരു വേറൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് പുട്ടിന്റെ കളിക്കളം. പുട്ടിൻ ജനിച്ചു വളർന്നത്, പുട്ടിൻ വളർന്നത് ആ പ്രദേശത്ത് തന്നെ. അപ്പൊ അങ്ങനെ ആയിരിക്കും ആ ഒരു ബന്ധം. തനിക്കറിയാവുന്ന ചുറ്റുപാടുകളിൽ നിന്ന് തന്റെ സുരക്ഷാ ഭടന്മാരെ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ചില നാട്ടുരാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും ഗുണ്ടകളും ഒക്കെയുള്ള ആൾക്കാർ കണ്ടില്ല, വലിയ പേരുകേട്ട ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ പോലും അവരുടെ സുരക്ഷാ ഭടന്മാർ എന്ന് പറയുന്നത് അവരുടെ വിശ്വസ്തരായിട്ടുള്ള അവർക്ക് ചുറ്റുമുള്ള ആളുകളായിരിക്കും. അപ്പം ഈ ആളുകളുടെയൊക്കെ അഫിനഗനോവിന്റെ സുരക്ഷാ സംഘത്തിലെ ട്രാവൽ ബോഡി ഗാർഡ് എന്നാണ് അയാളെ വിളിക്കുന്നത്. ഇയാളെ ഒരു വിശേഷം ട്രാവൽ ബോഡി ഗാർഡാണ്. പുട്ടിൻ എവിടേക്കോ യാത്ര ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഇദ്ദേഹവും കൂടെ യാത്ര ചെയ്യാറുണ്ട്. ഔദ്യോഗിക ചരിത്ര രേഖകളുടെ അഭാവത്തിലും ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ആന്റോൺ അഫിനഗനോവ് റഷ്യൻ പ്രസിഡന്റിന്റെ ഏറ്റവും അടുത്ത ഇന്നർ സർക്കിളിലുള്ള അംഗമാണ്. ഏറ്റവും അടുത്ത ആളാണ്. എന്നുവെച്ചാൽ റഷ്യൻ പ്രസിഡന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അയാൾ ശ്വാസം വിടുന്നത് പോലും അഫിനഗനോവ് അറിയും. നമ്മളൊരാൾ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അറിയുന്നു, അല്ലെങ്കിൽ ആലോചിക്കുന്നത് അറിയുന്നു, എങ്ങോട്ട് നോക്കുന്നതോ അറിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ശ്വാസം വിടുന്നത് പോലും അറിയുന്നെന്ന് പറയുന്നിടത്താണ് ആ നിതാന്ത ജാഗ്രത. കഴുകനെ പോലെ, ഒരു പരുന്തിനെ പോലെ അങ്ങനെ ജാഗ്രതയോടെ അത് വെക്കുന്നു എന്നുള്ള. ഇനി ഈ അഫിനഗനോവിന്റെ ദൗത്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുട്ടിന്റെ എല്ലാ യാത്രകളിലും ഉന്നതതല പൊതുപരിപാടികളിലും ട്രാവൽ ബോഡി ഗാർഡായിട്ട് ഇദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. സംഘടനാ തലത്തിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള സുരക്ഷാ ചുമതലയുള്ള സംഘടനയില് ഉദ്യോഗസ്ഥനാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോഴും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ലോകത്തിന് അറിയില്ല, വളരെ കുറവാണ്. പക്ഷെ ഈ SPB ആകട്ടെ റഷ്യൻ സർക്കാരിന്റെ സുരക്ഷാ ചുമതലയിലുള്ള ഒരു മാതൃകാ ഏജൻസിയായ മറ്റൊരു സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തിഗത പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഒക്കെ കാണിക്കുന്നത്. പുട്ടിന്റെ ഈ സുരക്ഷാ വലയത്തില് US സീക്രട്ട് സർവീസോ അതുപോലെ, എന്നാൽ അതിലും കവിഞ്ഞ രഹസ്യാത്മകതയോടെയാണ് പ്രവർത്തിക്കുന്ന ഈ ഏജൻസി റഷ്യൻ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് പുട്ടിനെ സംരക്ഷിക്കുന്ന സംവിധാനം പല അടുക്കുകളിലുള്ള മാട്രിയോഷ്ക ഡോൾ മോഡലിലാണ്. ഭയങ്കര രസകരമായി ഞാനിത് പരിശോധിച്ച് നോക്കുമ്പോൾ മാട്രിയോഷ്ക ഡോൾ എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു പാവയാണ്. ഒരു സ്ത്രീയുടെ മുഖച്ചായുള്ള, സ്ത്രീയുടെ രൂപത്തിലുള്ള ഒരു പാവയാണ്. അത് പഴയ കാലത്ത് അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ശില്പകലാ ബിരുദൻ ഉണ്ടാക്കിയെടുത്ത ഒരു പാവയാണ്. ഈ പാവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പാവയ്ക്ക് ഉള്ളിലൊരു പാവയുണ്ട്, അതിനുള്ളിൽ മറ്റൊരു പാവയുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ അടരുകളുള്ള ഈ പാവയോട് ഉപമിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം. അടുക്കുകളുള്ള ഒരുപാട് സർക്കിൾസ്, ഇന്നർ സർക്കിൾസ്, രഹസ്യാത്മകമായ അടുക്കുകളുള്ള സർക്കിൾസ്. അകത്തോട്ട് പോകുന്തോറും കൂടുതൽ രഹസ്യാത്മകതയും കോംപ്ലിക്കേഷനും ഉള്ള ഒരു മാതൃക. അത് അവരുടെ ഒരു ശില്പകലാ മാതൃകയാണ്. ഇതിനവർ ഈ മാട്രിയോഷ്ക ഡോൾ മാതൃക അവര് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്നർ സർക്കിളില് ആന്റോൺ അഫിനഗനോവിനെ പോലുള്ള അംഗങ്ങൾ പ്രസിഡന്റിന്റെ ശരീരത്തോടെ ഏറ്റവും അടുത്ത സംരക്ഷണമാണ് നൽകുന്നത്. അവര് ഭീഷണികളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ച് പ്രസിഡന്റിന്റെ സുരക്ഷയോടെ പുറത്തെത്തിക്കാനുള്ള ഡ്രിഫ്റ്റുകളാണ് അവർ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ അവര് ഈ വിശാലമായ സുരക്ഷാ വലയം തീർക്കുന്നുണ്ട്, ഔട്ടർ സർക്കിൾ തീർക്കുന്നുണ്ട്, ലോജിസ്റ്റിക് യൂണിറ്റുകൾ തീർക്കുന്നുണ്ട്. ഈ ലോജിസ്റ്റിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുള്ള യാത്ര, വാഹനം, ഭക്ഷണം, താമസം എന്നിവയുടെ എല്ലാം സുരക്ഷാ പരിശോധനയാണ്. അപ്പൊ അവിടെ നമ്മൾ
ഒരു കാര്യം, വിഷം കലർത്തുന്നുണ്ടോ, ഭക്ഷണങ്ങളിൽ വിഷം കലർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നോ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, ചില മാഫിയ ഡോൺമാര് നമ്മൾ അടുത്തിരിക്കുന്ന ഒരു പട്ടിക്കോ അല്ലെങ്കിൽ പൂച്ചക്കോ തനിക്ക് തരുന്ന ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് മൃഗത്തിന് കൊണ്ട് കൊടുത്തിട്ട് അത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞ ശേഷം അവർ കഴിക്കുന്ന ഒരു ഏർപ്പാട് എന്ന് പറഞ്ഞതുപോലെ അത് മറ്റു മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സുരക്ഷ ഏർപ്പാടാക്കി വിഷമോ മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെല്ലാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്ന ലോജിസ്റ്റിക്സ് യൂണിറ്റിലും ഇദ്ദേഹം മെമ്പറാണ്. കർശനമായ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ആന്റോൺ അഫിനഗനോവിന്റെ പശ്ചാത്തലത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രാധാന്യം നമ്മൾ നോക്കുമ്പോൾ, ഇയാളെ പോലുള്ള ഒരാൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രാധാന്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, റഷ്യൻ സുരക്ഷാ സംവിധാനം അതിൻ്റെ എല്ലാ രഹസ്യാത്മകതയിലും നിലനിൽക്കുന്നതിനാൽ ആന്റോൺ അഫ്നോവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അനൗദ്യോഗിക ഗവേഷണങ്ങളും ഫോട്ടോ വിഷയങ്ങളുടെയും ആശ്രയിച്ചാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് അപൂർവമായി മാത്രം കിട്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ്. അത് സത്യത്തിൽ അതൊരു ചില ഏജൻസികൾ കൃത്യമായ ഔദ്യോഗിക ജീവിത ചരിത്രമോ അതിൻ്റെ മുൻഗണനാ ചരിത്രമോ വിദ്യാഭ്യാസം ഒക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പുട്ടിനെ കുറിച്ചുള്ള നമുക്കൊരു അവ്യക്തത ഉള്ളതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലുള്ള അവ്യക്തത ഇദ്ദേഹത്തിന്റെ മുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. എങ്കിലും റഷ്യൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ആന്റോൺ അഫിനഗോവിനെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ നിഴൽ സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കർശനവും വിശ്വസ്തവുമായ സുരക്ഷാ വലയങ്ങളിൽ ഒന്നായി നമുക്ക് എപ്പോഴും കാണാം. അപ്പം നമ്മളിങ്ങനെ ആളുകളെ കാണുമ്പോൾ ഈ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ഇങ്ങനെ പോകുമ്പോൾ, മോഡിയൊക്കെ ഇങ്ങനെ അന്താരാഷ്ട്ര വേദികളിൽ പോകുമ്പോൾ, അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും വിജയ്, എത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അല്ലേ? എന്തൊരു അപകടകരമായ യാത്രയാണ് അവരൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ, ഏതെങ്കിലും തരത്തിലൊരു പണിയാണ്. നേരത്തെ പറഞ്ഞ ഈ ഇന്നർ സർക്കിൾ ആയാലും പിന്നെ ഔട്ടർ സർക്കിൾ ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന ട്രാവലിംഗ് ആ ഒരു സർക്കിളിലായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും ഏതു തരത്തിലുള്ള കാര്യത്തിലായാലും എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ നിതാന്ത ജാഗ്രതയോടെ കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കുന്ന ഈ ആന്റോൺ അഫിനഗോവുമാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കളുടെ കാവലാളുകൾ, അവരുടെ സംരക്ഷകർ, അവരെ നിലനിർത്തുന്നവർ എന്നാണ് കാണേണ്ടത് അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. ഇതിൽ ഈ വൃത്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ നരേന്ദ്രമോദി വന്നിരുന്ന ജനങ്ങളെ അഭിസംബോധന അല്ലെങ്കിൽ അവരെ കാണാൻ വന്നിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം റോഡിലൂടെ നടന്നു വരികയാണ്, SPG ആളുകൾക്കിടയിലൂടെ. പക്ഷെ കൃത്യമായ ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ട് ആൾക്കൂട്ട നിയന്ത്രണമൊക്കെ ഉണ്ട്. ഈ SPG കമാൻഡുകൾ മോദിക്കൊപ്പം ഉണ്ട്. പക്ഷെ കുറച്ചെല്ലാം ഒരു അകലം വിട്ടിട്ടാണ് അവർ നടക്കുന്നത്. മോദി ഒറ്റയ്ക്കാണ് നടക്കുന്നത് നടുക്കൂടെ. അപ്പോൾ എനിക്കത് ആശ്ചര്യം തോന്നിയ കാര്യം, ചുറ്റും ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളിൽ സ്നൈപ്പറുകൾക്ക് കഴിയും, സ്നൈപ്പർ അവർക്ക് ഇരിക്കാൻ കഴിയും, അതായത് ഈ ഷൂട്ടേഴ്സിന് ഇരിക്കാൻ കഴിയും. പിന്നെ പെട്ടെന്ന് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെ ഇവർ പൂ എറിയുന്നുണ്ട്, ഇഷ്ടംപോലെ പുഷ്പങ്ങൾ എറിയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും മാരകമായ ഒരു ആയുധം എടുത്തെറിയാം എന്ത് വേണം വെച്ചാൽ. അപ്പം ഇത് ഒരു വീഡിയോ ക്ലിപ്പ് വളരെ പ്രചാരം നേടിയിരുന്ന ക്ലിപ്പായിരുന്നു. ഒരു പൂ ഇങ്ങനെ എടുത്ത് എറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും കൂടെ ഇനി വന്നു. പക്ഷേ അതൊരു SPG കമാൻഡോ അത് കൃത്യമായി അത് പിടിച്ചെടുക്കുന്നുണ്ട്. അതെങ്ങനെ അദ്ദേഹത്തും ഇത്രയും അത്രയും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അവരെറിഞ്ഞ ഇത്രയും പുഷ്പങ്ങൾക്കിടയിൽ ആ മൊബൈൽ ഫോൺ എങ്ങനെ കണ്ടുപിടിച്ചു? ജാഗ്രത. അത് മാത്രമല്ല, ഈ കെട്ടിടങ്ങളിലെല്ലാം തന്നെ അവർ എത്രമേൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരിക്കും. ഈ കെട്ടിടങ്ങളിൽ ഒരൊറ്റ സ്നൈപ്പർ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾക്കത് പ്രത്യക്ഷ ധാരണയിൽ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. അവിടെ അതായത് വലിയ സുരക്ഷയൊന്നും കാണില്ല എന്ന് തോന്നുമെങ്കിലും നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കി നമ്മൾ എതിർത്ത് നിന്നാൽ മാത്രമേ അവിടെ എന്താണ് അവിടുത്തെ സെക്യൂരിറ്റി. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഫ്ലാറ്റിന് നേരെ മുമ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസ്, പുതിയ ഓഫീസ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എണ്ണി നോക്കി, 22 23 ഒരേ കളറിലുള്ള വൈറ്റ് പിന്നെ ഇന്നോവ വാഹനങ്ങൾ നിരത്തി നിർത്തിയിരിക്കുന്നു. പിന്നെ SPG റാങ്കിലുള്ള മറ്റേ നമ്മളെ പട്ടാള ആളുകളുണ്ട്, കാവൽ ആൾക്കാരുണ്ട്, തോക്കേന്ത്യ ഭടന്മാരുണ്ട്, മറ്റുദ്യോഗസ്ഥരുണ്ട്. ഒരു പട തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ദൂരെ നോക്കിയാൽ കാണാം, കുറച്ച് ദൂരത്താണ്, 2 ബിൽഡിങ്ങിന് അപ്പുറത്താണ് നിൽക്കുന്നത്. ഞാൻ ഇത് ക്രോസ് ചെയ്തിട്ട് ഒരു കൗതുകത്തിന് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാനായി ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് ഫോൺ എടുത്തിട്ട്, നല്ല ദൂരമുണ്ട് അപ്പുറത്തേക്ക്. അപ്പം അവരിത് എടുക്കുന്നതിനിടയ്ക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ 10-35 പേരുണ്ട് ഈ ഗണ്ണ് പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോകണം. എവിടേക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു. മമ്മൂട്ടിയുടെയും
ദുൽഖറിന്റെയും പിന്നെ ഭൂട്ടാനിലെ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്കാണ് പോയെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. അപ്പൊ ഇത് വെളുപ്പിന് 6 മണിക്കാണ്. അപ്പൊ ഞാൻ ഇത്രയും ദൂരെ നിന്ന് ഈ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഉയർത്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അതിലൊരാൾ ദൂരെ നിന്നുകൊണ്ട് അത്രയും ദൂരെ ഒരു കഴുകന്റെ കണ്ണൂർ ഈഗിൾ ആയി കാണുന്നത് പോലെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്റെ നേരെ. ഞാൻ പെട്ടെന്ന് കൈ താത്തി. അത്രയും ഇവരുടെ ജാഗ്രത എനിക്ക് മനസ്സിലായി, എത്രത്തോളം ഇതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇത്രയുള്ള ഈ ആന്റോൺ അഫിനോഗനോവിനെ പോലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അത് കാണുക എന്നുള്ളത് അല്ലേ? ഒരു തരി വീണാൽ, ഒരു കടുക് വീണാൽ, ഒരു പൊടി വീണാൽ അവരറിയും. അങ്ങനെ പൊടി വീഴുന്നത് ഒരു മണ്ണ് പോലും വീഴാതെ നിതാന്ത ജാഗ്രതയോടെ നമ്മുടെ രാഷ്ട്രത്തലവന്മാരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ നിഴൽ മനുഷ്യരുടെ കഥ ആവേശകരമാണ്. അജ്ഞാതമാണെങ്കിലും ഈ നിഴൽ മനുഷ്യർ ശരിക്കും ഒരു അൺസങ് ഹീറോസ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.